നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുജീവിതത്തിൽ പലർക്കും ഏറെ സ്വാധീനിക്കുവാനും ഏറെ സേവനങ്ങൾ ചെയ്യുവാനും അവസരമുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടപ്പാടും അതേപോലെ ബാധ്യതയും പെരുമാറ്റവും അവകാശപ്പെടാനില്ലാത്തത്ര അവകാശപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബാധ്യത അവകാശപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് ഉള്ളത്. അത് ഒരു കറുത്ത തൊലിപ്പുറമുള്ള സ്ത്രീയാണ്. അവരൊരു അടിമ സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രത്യേകതയും ബാധ്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത് ഈ മഹദിയോടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് സാക്ഷിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവിയോഗത്തിന് സാക്ഷിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും ശൈശവവും ബാല്യവും യൗവനവും വാർദ്ധക്യവും മരണവും ഒരുപോലെ അതിനൊക്കെ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിന്ന് ആദർശത്തിൽ അടിയുറച്ച് നിന്ന് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും ഗുണദോഷിച്ചുമൊക്കെ വർത്തിച്ച ആ മഹദി യാ ഉമ്മ യാ ഉമ്മ എന്ന് വിളിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തിരുന്നത്. ഹാദി ബഖിയ്യത്തു മിൻ അഹ്ലി ബൈത്തി, നബി കുടുംബത്തിൽ ശേഷിക്കുന്നവർ ഇനി ഇവരാണുള്ളത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയെ ഏറെ ആദരിച്ച് ബഹുമാനിച്ച് പറയുമായിരുന്നു. മൻ അറാദ അൻ യതസവ്വജ ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഫല്യതസവ്വജ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മഹദിയെ ഈ ദുനിയാവിൽ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവരെ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയെ പരിചയപ്പെടുത്തിയിരുന്നത്. ആ മഹദിയാണ് ഉമ്മു ഐമൻ ബറക ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയയും വളർത്തുമയുമായ ഉമ്മു ഐമൻ ബറക റളിയല്ലാഹു തആല അൻഹയായിരുന്നു ഈ മഹദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് ഒരു ഭർത്താവിനെ അന്വേഷിച്ച് വിവാഹം ചെയ്തു കൊടുത്ത് അവരുടെ മക്കളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഐമൻ എന്ന് പറയുന്ന മകൻ, അതേപോലെ അവരുടെ ഉസാമ എന്ന് പറയുന്ന മകൻ ഉസാമത്തു ബിൻ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമ, ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വളർന്ന ഈ ഒരു കുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന കുട്ടി ഉസാമ, ഹിബ്ബു റസൂലില്ലാ ഹിബ്ബി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാജനമായ സെയ്ദിൻ്റെ മകൻ ഹിബ്, അതായിരുന്നു ഉസാമ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഷദീദൽ ഉദ്മ എന്നായിരുന്നു, ഏറെ കറുപ്പുള്ള തൊലിപ്പുറമായിരുന്നു ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്. അൽ അമീർ അൽ ഖായിദ് എന്നാണ് അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിച്ചത്. നേതാവായ അമീർ എന്ന് അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിച്ചു ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ. മൻ കാന യുഹിബ്ബുല്ലാഹ വറസൂലഹു ഫൽയുഹിബ്ബ ഉസാമത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവർ ഉസാമയെ ഇഷ്ടപ്പെടട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിറകിൽ ഒട്ടകപ്പുറത്ത് തന്നോട് ചേർത്തിയിരുത്തി ഹജ്ജിൻ്റെ വേദിയിൽ വിശിഷ്യ അറഫയിൽ നിന്ന് ഹാജിമാരെയും കൊണ്ട് മുസ്ദലിഫയിലേക്ക് വരുമ്പോൾ ഉസാമനെ ഇരുത്തി വന്ന ആ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും കാഴ്ചവെക്കാത്ത മഹിത മാതൃക ഇത്തരം ആളുകളുടെ വിഷയത്തിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെച്ചത് നമ്മൾ വായിക്കും.